വളരെ പ്രധാനപ്പെട്ട ആത്മീയ രംഗവുമായി ബന്ധപ്പെട്ടും ദൈവിക കാര്യങ്ങളുമൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നു. അങ്ങനെ ചെയ്യണം എന്നുള്ള ഡിമാൻഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഷർട്ട് അമ്പലത്തിൽ ഇടാവോ ഇട്ടുകൂടെ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയൊരു തർക്കം നടക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഈ യുക്തിവാദികളുടെ അല്ലെങ്കിൽ നിരീശ്വരവാദികളുടെ ഗ്രൂപ്പിൽ, അവരുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പിൽ നമ്മുടെ വെള്ളനാട് രാമചന്ദ്രൻ എന്ന് പറയുന്ന പ്രാദേശിക ചരിത്രകാരൻ്റെ ഒരു വീഡിയോ കറങ്ങുന്നുണ്ട്. അതിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് അദ്ദേഹം പറയുന്നതിനകത്തുള്ള ചില കാര്യങ്ങളോട് യോജിപ്പും ചിലതിനോടുള്ള വിയോജിപ്പുമുണ്ട്. അദ്ദേഹം പറയുന്നത് പണ്ട് കാലത്ത് ഈ കേരളത്തിൽ, അതേ വീഡിയോ അവസാന ഭാഗത്തും പറയുന്നത് ഞാൻ ആദ്യം പറയാം, കേരളത്തിൽ നല്ല കാലാവസ്ഥ, അതായത് സമശീതോഷ്ണ കാലാവസ്ഥ ആയതുകൊണ്ടും ഇവിടെ വസ്ത്രം ഒരുപാട് ധരിക്കേണ്ട കാര്യമില്ല, മിതമായ വസ്ത്രം ധരിച്ചാൽ മതി എന്നാണ് ഒരു വാദം. പക്ഷെ ആ വാദം ശരിയല്ല. ഇവിടെ വൃശ്ചിക മാസത്തിലെ മഞ്ഞുകാലത്ത് നന്നായി മേൽമുണ്ട് ധരിക്കും, കമ്പിളി വരെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പട്ടാളത്തിൽ നിന്നൊക്കെ കമ്പിളി പുതപ്പൊക്കെ കൊണ്ടുവരും. ഷർട്ടിന് പകരമായി കമ്പിളി പുതപ്പെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നവരുണ്ട്. പട്ടാളത്തിലെ ആളുകൾ കമ്പിളി പുതപ്പ് കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വില കുറച്ച് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. ശബരിമലയിൽ പോകുന്നവരെല്ലാം കമ്പിളി പുതപ്പൊക്കെ മൂടി മുണ്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രീതിയുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എല്ലാവരും ഷർട്ട് വരാത്ത കാലത്ത്, അതായത് 18-ാം നൂറ്റാണ്ടിലാണ് പിന്നെ ഷർട്ടൊക്കെ വരുന്നത്. ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയാണ് ഇവിടെ ഷർട്ടിനൊക്കെ വലിയ പ്രാധാന്യം വന്നത്. അതുപോലെ മറ്റ് ഒരു മിക്സഡ് ഒരു കൾച്ചർ ആയപ്പോഴാണ് ഷർട്ടിനൊക്കെ പ്രാധാന്യം. അതുവരെ മേൽമുണ്ട് ധരിക്കുമായിരുന്നു. അല്ലാതെ എല്ലാവരും ഷർട്ട് ഇടാതെ നടക്കലായിരുന്നില്ല മേൽമുണ്ട്. പക്ഷേ ചില സമുദായക്കാർക്ക് അതിനകത്ത് ഗുണമുണ്ട്, ധരിക്കാൻ പറ്റുള്ളവർ, ചിലർക്ക് അത് ധരിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ചില വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ മേൽമുണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്ന് മുതലേ ഉണ്ടായിരുന്നു. പരുത്തിക്ക് പറ്റിയ അനുകൂലമല്ലാത്ത കാലാവസ്ഥ ഇവിടെ അല്ലാത്തത് കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് പരുത്തി ഇല്ല എന്ന് പറയുമ്പോഴും ഇവിടെ കൈത്തറിയുടെ നൂൽ നൂക്കലും ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം ഹാൻവിവും ബാലരാപുരം കൈത്തറിയൊക്കെ വളരെ വ്യാപകമായി ഉണ്ടായിരുന്നു. അതിൽ മേൽമുണ്ടും ഉണ്ടായിരുന്നു, ഷർട്ടിന്റെ തരങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് കാലാവസ്ഥയായത്, പിന്നെ അതുപോലെ തന്നെ അതേ കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോഴും അതൊക്കെ തുടരണമല്ലോ, ആ മണ്ണും കാലാവസ്ഥയൊക്കെ തുടരണമല്ലോ. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അതുകൊണ്ടല്ല എന്ന് പറഞ്ഞൊരു വിവാദത്തിലേക്ക് തർക്കത്തിലേക്ക്, അതുകൊണ്ട് മാത്രമല്ല അന്ന് വ്യാപകമായി മേൽമുണ്ടുണ്ടായിരുന്നു. പക്ഷെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മേൽമുണ്ട് ധരിക്കാറില്ല. പൂജാരിമാരൊക്കെ താഴേക്ക് ഈ അരയ്ക്ക് താഴേക്ക് മാത്രമേ വസ്ത്രം ഉടുത്തിരുന്നുള്ളൂ. പിന്നെ ബ്രാഹ്മണന്മാരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണല്ലേ പൂണൂലിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണനാണോ എന്ന് അറിയാൻ പൂണൂലിട്ടുകൊണ്ട് വരണം എന്നുള്ളത് അങ്ങനെ ശിവഗിരി സച്ചിദാനന്ദ സ്വാമിയൊക്കെ പറയുന്നുണ്ട്. അത് ശരിയല്ല. കാരണം നായർമാർക്കും അന്ന് ക്ഷേത്രത്തിൽ പോകാമായിരുന്നു. നായർമാർക്ക് പൂണൂലിടാൻ പറ്റത്തില്ലല്ലോ. ക്ഷത്രിയമാർക്ക് ക്ഷേത്രത്തിൽ പോകാമായിരുന്നു. ക്ഷത്രിയമാർക്ക് പൂണൂലിടാൻ പറ്റത്തില്ല. എന്നാൽ റൗക്ക പോലും ഊരി വെച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾ കയറിയിരുന്ന കാലമുണ്ട്. അത് രാമചന്ദ്രന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. 1931 കോട്ടയ്ക്കൽ ക്ഷേത്രത്തിൽ അദ്ദേഹം പോയിരുന്നു. അന്ന് നായർ സമുദായത്തിന്റെ പ്രമുഖനായ പരിഷ്കർത്താവാണ് അദ്ദേഹം. നവോത്ഥാന നായകനാണ് മന്നത്തോപ്പനാവൻ. എല്ലാത്തിനും സ്വന്തം പേരിലെ പിള്ള എന്ന് പോലും എടുത്ത് കളഞ്ഞിട്ട് പത്മനാഭൻ എന്ന് മാത്രം അറിയപ്പെട്ട ആളാണ്. അപ്പൊ അദ്ദേഹം ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ, കോട്ടയ്ക്കൽ ക്ഷേത്രത്തിന്, മലബാറിലെ കോട്ടയ്ക്കൽ ക്ഷേത്രത്തിന്റെ അടുത്ത് സ്ത്രീകൾ റൗക്കയെല്ലാം ഊരി വെച്ചിട്ട് വേണം കയറാൻ. അതായത് മുകൾ ഭാഗം, ശരീരത്തിന്റെ ബ്രസ്റ്റ് ഭാഗമെല്ലാം കാണും അങ്ങനെയൊക്കെ. പക്ഷേ ആഭരണമുള്ളവർ അത് ആഭരണമോ, അല്ലെങ്കിൽ തലമുടിയുള്ളവർ തലമുടി ഇട്ടേക്കുമ്പോൾ കാണുന്നില്ല, പ്രകടമായി കാണാൻ പറ്റില്ല. എന്നാലും നോക്കുന്നവർക്കൊക്കെ കാണാം. ആ ഒരു രീതിയിലുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അത് റൗക്ക ഉപയോഗിക്കാം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ വന്നു. അതിനുശേഷമാണ് ഈ ഷർട്ടിന്റെ കഥ വരുന്നത്. അപ്പോൾ അത് ഷർട്ടിന്റെ കഥ വന്നപ്പോൾ ശേഷം പിന്നെ അന്ന് വേറൊരു പ്രത്യേകത ഉണ്ട്. പട്ടികജാതിക്കാർക്ക്, ഈഴവരാതി പിന്നോക്ക സമുദായങ്ങൾക്കൊന്നും ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നില്ല. അവരെ കയറ്റാത്തൊരു കാലവും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഷർട്ട് കണ്ടുപിടിച്ച് വന്നപ്പോഴും എല്ലാ ക്ഷേത്രത്തിലും ഷർട്ട് ഒഴിവാക്കുന്നില്ല. 2 തരത്തിലുള്ള ഷർട്ട് ഒഴിവാക്കുന്ന ക്ഷേത്രങ്ങളുമുണ്ട്, ഷർട്ട് ഒഴിവാക്കാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. സാരി ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, സാരിയുടെ പുറത്ത് മുണ്ട് മാത്രം ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, ചുരിദാർ ഇടാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട്, ചുരിദാറിന്റെ പുറത്തൂടെ മുണ്ടെടുത്തുകൊണ്ട് പോകേണ്ട ക്ഷേത്രങ്ങളുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. പക്ഷേ അപ്പോൾ ഇത് മാറണ്ടേ, കാലത്തിനനുസരിച്ച് മാറണ്ടേ? തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയമാണ്. ഇന്നത്തെ കാലത്ത് പത്മനാഭ ക്ഷേത്രത്തിൽ ചെയ്യുന്ന എല്ലാവരും ഉടുക്കുന്ന മുണ്ടാണ്. അത് എത്ര കഴുകുന്നു എന്ന കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല അത് വരുന്നത്. പിന്നെ സ്വാമി ചിദാനന്ദപുരിയെ പോലുള്ള ആളുകൾ പറയുന്നു, ചില ആളുകൾ പറയുന്ന ഒരു തിയറി ഉണ്ട്. അതായത് നമ്മൾ ഷർട്ട് ഇടാതെ പോയാൽ മാത്രമേ, പുരുഷന്മാർ ഷർട്ട് ഇടാതെ പോയാൽ മാത്രമേ ദേവപ്രീതിയും ദേവന്റെ ഓറയും നേരിട്ട് ഇങ്ങനെ ശരീരത്തിൽ കയറുകയുള്ളൂ എന്നാണ്. അതിന് വേറെ തമാശയുണ്ട്. ഞാനൊരു സ്ഥലവുമായി ബന്ധപ്പെടുത്തി, സ്ഥലം പറയുന്നില്ല, സ്ഥലവുമായി ബന്ധപ്പെടുത്തി
ആത്മീയ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി ഞാൻ കുറച്ചു കാലം അവിടെ ഒരു ഭൗതികമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ചില ആളുകളെങ്കിലും എന്നോട് പറയുമായിരുന്നു, മീശ വയ്ക്കാൻ പാടില്ല, മീശ വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അത് മീശയും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ആ ഓറ കിട്ടൂല, അതുകൊണ്ട് മീശ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, തലമുടി പാടില്ലേ? അപ്പൊ തലമുടി കുറച്ചു പേര് പറഞ്ഞ് പാടുണ്ട്, പാടില്ല. ഇതൊക്കെ ചില ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട ചില വിശ്വാസങ്ങൾ ഇങ്ങനെ കയറി പോകുന്നതാണ്. എന്തായാലും നേരിട്ട് ഇങ്ങനെ നെഞ്ചിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് ഹൃദയത്തിലേക്ക് ഒക്കെ വരാൻ വേണ്ടി ഊർജം ഇങ്ങനെ ആവാഹിക്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇങ്ങനെ വസ്ത്രം ധരിക്കേണ്ട അല്ലെങ്കിൽ മേൽ ഷർട്ട് ധരിക്കരുതെന്ന് പറയുമ്പോൾ ചിദാനന്ദപുരി സ്വാമി ചോദിക്കുന്നത്, അങ്ങനെയാണോ ദൈവം? അത്ര ദുർബലനാണോ? ഒരു ഷർട്ട് ഇട്ടിരുന്നാൽ, ഒരു കോട്ടനോ പോളിസ്റ്ററോ ഷർട്ട് ഇട്ടിരുന്നാൽ അതിന്റെ അകത്തുകൂടി ഭേദിച്ച് ക്രോസിച്ച് കടത്താൻ കഴിയാത്ത ഒരു ഓറയാണോ, ഒരു ഊർജ്ജമാണോ ദൈവം? അത് എന്തൊരു അപസംബന്ധമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂരും മറ്റു സ്ഥലങ്ങളിലൊക്കെ തിരക്ക് പിടിച്ച് പോകുന്ന സ്ഥലങ്ങളിൽ ഷർട്ട് ഇടാതെ പോകുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളുടെ വിയർപ്പം മറ്റു കാര്യങ്ങളൊക്കെ ക്യൂവിൽ ശരീരത്തിൽ കൊള്ളില്ല, അതുകൊണ്ട് ഷർട്ട് ഇട്ടുകൊണ്ട് പോകണം എന്നുള്ള വാദക്കാരനാണ് ചിദാനന്ദപുരി സ്വാമി. എന്തായാലും ഞാൻ പറയുന്ന മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള അനുകൂലമായും പ്രതികൂലമായും പലതരത്തിലുള്ള വാദങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, പാരമ്പര്യമായി പണ്ട് കാലത്ത് ഷർട്ട് കണ്ടുപിടിച്ചില്ല, പക്ഷെ അപ്പോഴും മേൽമുണ്ടുണ്ട്. മേൽമുണ്ട് ഇട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല. അപ്പൊ ക്ഷേത്രത്തിൽ പിന്നെ പോറ്റിയൊന്നും മേൽമുണ്ട് ഇടാറില്ല. അതിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ, ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പരിമിതമായ ഭക്ഷണം, പരിമിതമായ എല്ലാം പരിമിതമാണ്, ആഡംബരരഹിതമായ ഒരു സ്ഥലമാണ് ക്ഷേത്രം. കാരണം ഭക്തന്മാർ വളരെ ഭക്തിയോടുകൂടി പോകേണ്ട സ്ഥലം. അപ്പൊ എന്തെല്ലാം കുറയ്ക്കാൻ പറ്റുമോ അതെല്ലാം കുറച്ച്, വസ്ത്രവും കുറയ്ക്കുക, പിന്നെ എന്തെല്ലാം ഭക്ഷണ രീതികൾ കുറയ്ക്കുക, പിന്നെ മത്സ്യമാംസാദികൾ കഴിച്ചാൽ കുളിച്ചിട്ടേ പോകാവൂ, മരണ വീട്ടിൽ പോയിട്ട് വന്നാൽ അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പിന്നെ അവിടെ പല ക്ഷേത്രങ്ങളും പുറത്തുനിന്ന് കൈ കഴുകിയിട്ടേ കയറാവൂ. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ പലതരത്തിലുള്ള വൃത്തിയുടെയും പരിമിതപ്പെടലിന്റെയും ഒക്കെ ഒരു കേന്ദ്രമാണ് ഈ ഒരു അമ്പലം എന്ന് പറയുന്നത്. കാരണം അതൊരു ഭക്തിയുടെ കേന്ദ്രമാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്താണ്, കുറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതിൽ വസ്ത്രവും കുറച്ചു മതി. പുരുഷന്മാര് പിന്നെ ഷർട്ട് ധരിക്കാതിരുന്നത് ലൈംഗികമായി ആരും കാണുന്നില്ല. സ്ത്രീകൾ ധരിക്കാതിരുന്ന അതിന് വേറെ കഥകൾ വരും, അല്ലെങ്കിൽ മറ്റ് സെക്ഷൽ ലൈനിലൊക്കെ ആളുകൾ കാണാൻ തുടങ്ങും. അത് പുരുഷന്മാർക്ക് ആ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പുരുഷന്മാര് പരമാവധി വസ്ത്രം കുറച്ച്, അത് വളരെ കുറച്ച് മാറ്റം, തോർത്തൊക്കെ കൊടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. ഇനി മുണ്ടുമല്ല, തോർത്ത്, നനഞ്ഞ തോർത്ത് കുളത്തിൽ പോയി കുളിച്ചിട്ട് നനഞ്ഞ തോർത്ത് മാത്രം ആ നനവോടുകൂടി പോകുന്ന ആൾ. അപ്പൊ ശുദ്ധിക്ക് വേണ്ടി നനവോടുകൂടി പോകുന്നു, ആ തോർത്ത് മാത്രം എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ ഉണ്ട്. അപ്പോൾ വളരെ കുറച്ച് വസ്ത്രമായി പോകുന്നത് അതാണ് ഭക്തിയെ കുറച്ചുകൂടി അതിന്റെ സൂപ്പർലേറ്റീവായിട്ട് നിർത്താൻ പറ്റുന്ന എന്നൊരു ചിന്തയിലേക്ക് വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ഈ മേൽമുണ്ട് ഉണ്ടായിരുന്നു, മേൽമുണ്ട് ക്ഷേത്രത്തിൽ ഉപയോഗിക്കില്ലായിരുന്നു. എന്നാൽ ഷർട്ട് വന്നതിന് ശേഷം പല ക്ഷേത്രങ്ങളിലും ഈ പരമ്പരാഗതമായി കൊണ്ടുവന്ന ആചാരത്തെ മാറ്റാൻ പലരും തയ്യാറായിട്ടില്ല. ചിലരത് മാറ്റുന്നു. ഇനി മാറ്റണോ വേണ്ടേ, ഇത് കോമൺ ആക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എൻ്റെ അഭിപ്രായത്തെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. കോമൺ ആക്കാൻ ഒരു പരിമിതിയുണ്ട്. എന്താ പരിമിതി എന്ന് വെച്ചാൽ, ഓരോ ക്ഷേത്രവും വ്യക്തിപരമാണ്, പ്രൈവറ്റാണ്. നോക്കുന്നത് ദേവസ്വം ബോർഡാണ് ഒക്കെ ആണെങ്കിൽ ഓരോ ദേവനും പ്രൈവറ്റ് ഡേറ്റിയാണ്. അതായത് വിഗ്രഹം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആണ്, മൈനറാണ് കേട്ടോ, മേജറല്ല. അവിടുത്തെ സ്വത്ത് നോക്കുന്നത് വേറെ ആളുകളാണ്. ദേവന്റെ കാര്യങ്ങളും ദേവിയുടെ കാര്യങ്ങളും നോക്കുന്നത് പിതാമഹൻ എന്നുള്ള കൺസെപ്റ്റിൽ തന്ത്രിയാണ്, പോറ്റിയാണ്, പൂജാരിയാണ്, മൈനറാണ് ക്ഷേത്രത്തിലിരിക്കുന്ന ദേവൻ. അതുകൊണ്ടാണ് അവർക്ക് സ്വത്തുമില്ല, ദേവസ്വത്തിന് വരുന്നത്. അല്ല, ദേവന് സ്വത്തില്ല. ഒരു ദേവനും പ്രപഞ്ചഭാഗമുണ്ട്, അത് വേറെ കാണിച്ചപ്പാട്. അല്ലാതെ ഓരോ അമ്പലത്തിന്റെ സ്വത്ത് ദേവന്റെ അല്ല. അപ്പൊ അതുകൊണ്ട് ആ മൈനറായിരിക്കുന്ന ആളിന്റെ, ദേവന്റെ വിഗ്രഹത്തിന്റെ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളും തീരുമാനിക്കുന്നത് അവിടുത്തെ പിതാമഹന്മാരായ ആചാര്യന്മാരും തന്ത്രിമാരുമാണ്. അവർ പറയുന്നതാണ് അവിടുത്തെ നിയമം. അതുകൊണ്ട് ക്ഷേത്രം എന്ന് പറയുന്നത് അവരുടെ സ്വകാര്യ സ്വത്തെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഒരു പ്രൈവറ്റ് ഇടമാണ്. പ്രൈവറ്റ് ഇടത്തിൽ അവർ വച്ചിരിക്കുന്ന ഒരു നിയമമാണ്. അതുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഉണ്ട്, ചില ക്ഷേത്രങ്ങളിൽ ഇല്ല. അത് മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ക്ഷേത്രത്തെയും ബേസ് ചെയ്തിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളിൽ ചർച്ച നടക്കുകയും അതിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ വരികയും ചെയ്യുമ്പോഴാണ് എതിർപ്പില്ലാതെ ഈ കാര്യം ചെയ്യാൻ പറ്റുക. ഇപ്പൊ ശ്രീനാരായണ ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കിയിട്ടും എല്ലാ ക്ഷേത്രങ്ങളിലും വന്നിട്ടുണ്ടോ? ഇനി ആ ശ്രീനാരായണീര് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ ഷർട്ട് ഇടാറുണ്ടോ, അതോ ഷർട്ട് ഊരുമോ? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഷർട്ട് ഇടാതിരുന്നത് കേവലം ഷർട്ട് കണ്ടുപിടിക്കാതിരുന്നത് കൊണ്ടോ, കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടോ, കേരളത്തിലെ പരുത്തി ഇല്ലാതിരുന്നത് കൊണ്ടല്ല. 2 തരം മുണ്ട് ഉപയോഗിച്ചിരുന്നു, മേൽമുണ്ട് വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ക്ഷേത്രത്തിന്റെ വിശ്വാസവും ആചാരവും അല്ലെങ്കിൽ ചിന്തയും വളരെ കുറച്ച്, ഞാൻ പറഞ്ഞ തോർത്ത് പോലുള്ള വളരെ കുറച്ച് വസ്ത്രം, നേരിയതുപോലുള്ള കുറച്ച് വസ്ത്രം ഉപയോഗിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതാണ് ഭക്തിയുടെ ഒരു രീതി.
ആചാരത്തിന്റെ രീതി. ചില സ്ഥലങ്ങളിൽ ഇത് മാറി വന്നു, ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ മാറാതെ നിൽക്കുന്നു. മാറണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു താത്വിക അടിസ്ഥാനത്തിലുള്ള താന്ത്രിക അടിസ്ഥാനത്തിലും ആചാര്യപരമായ ചർച്ചകളൊക്കെ നടക്കട്ടെ. വിവാദങ്ങൾക്ക് എന്തായാലും സുഭാഷിതം ചാനൽ ഇല്ല.